ജനരോഷത്തെ തുടർന്നായിരുന്നു തെളിവെടുപ്പ് നടത്താനാകാതെ പോലീസ് മടങ്ങിയത്. ആനൂർക്കാവിൽ തടിച്ചുകൂടിയ ജനങ്ങൾ അത്രയും പ്രതികളെ കാണാനായി എത്തിയതായിരുന്നു. എന്നാൽ പ്രതികളെ ജീപ്പിൽ നിന്ന് ഇറക്കാൻ പോലും പോലീസിന് കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. പക്ഷേ പിന്നീട് വീഡിയോ CCTV ദൃശ്യത്തിനകത്ത് ഞങ്ങൾ കണ്ടു നല്ലതുപോലെ. പിന്നെ ആ രണ്ടാമത് കാണിച്ചതിനകത്താണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത്. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുമാക്ക് പറ്റിയോ ഇതുപോലെ എൻ്റെ ഉമ്മിച്ചാക്കോ അത്രയൊക്കെ പരുക്കേ വരുത്തോളായിരുന്നു. പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ നല്ല വ്യക്തമായിട്ട് കണ്ടു. അവരും പറയുന്നുണ്ടായിരുന്നു വണ്ടി എടുക്കുമെന്ന് പറയുന്നുണ്ടെന്ന് അവിടെ ഉള്ളവർ പറയുന്നു. രണ്ടാമത് ആ വണ്ടി അങ്ങനെ ചെയ്തതുകൊണ്ട് അവരുടെ രക്ഷയ്ക്ക് അവർ കാണിച്ചതാണ് ഈ ഒരവസ്ഥയിലെത്തിയത്. ഞങ്ങൾക്ക് നഷ്ടമായി പോയതായതുകൊണ്ട്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെല്ലാവരും അറിഞ്ഞൊരു വാർത്തയാണല്ലേ കൊല്ലം മൈനാഗപ്പള്ളിയിൽ നടന്നിട്ടുള്ള വാഹന അപകടമോ അല്ലെങ്കിൽ കരുതിക്കൂട്ടിയിട്ടുള്ള കൊലപാതകമോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഈ ഒരു കാര്യത്തെ. നബിദിനത്തിന്റെ തലേ ദിവസമാണ് നമ്മൾ ഏവരും ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ ഒരു വാർത്ത പുറത്ത് വന്നിട്ടുള്ളത്. 2 സഹോദരിമാര് ബൈക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന ടൈമിൽ ലെക്കും ലെവലും ഇല്ലാതെ കാലന്റെ രൂപത്തിൽ അവതരിച്ചിട്ടുള്ള ആളുകള് കുഞ്ഞുമോൾ എന്ന് പറയുന്ന സ്ത്രീയെ കാറിടിച്ച് കൊന്നു. അങ്ങനെ തന്നെ പറയാം, അല്ലാതെ അപകടം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഒന്നാമത്തെ ആ ഒരു അടിക്ക് ഫൗസിയ എന്ന് പറയുന്ന സഹോദരി തെറിച്ചങ്ങ് റോഡിന്റെ ഓപ്പോസിറ്റ് അങ്ങ് വീണു. കാറിന് നേരെ താഴ്പോട്ടായിട്ട് വീണിട്ടുള്ളത് ഈ കുഞ്ഞുമോൾ എന്ന് പറയുന്ന സ്ത്രീയാണ്. അപ്പൊ ആ വീണ് കിടക്കുന്ന ടൈമില് ആളുകൾ പറയുന്നുണ്ട് കാറിനടിയിൽ ഒരാളുണ്ട്, ആളെ പിടിച്ച് പുറത്തേക്ക് എടുക്കട്ടെ എന്നുള്ളത്. അപ്പൊ ഈ ലഹരിയിലായിരുന്ന ഈ കാർ ഓടിച്ചിരുന്ന അജ്മലും കൂടെ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് ആയിരുന്ന ശ്രീകുട്ടിയും ഇതൊന്നും ഗൗരവത്തിലെടുത്തില്ല. കാരണം അവർക്ക് ലെവല് വരുന്നില്ലല്ലോ. കാരണം മദ്യം അങ്ങ് അല്ലെങ്കിൽ ലഹരി അങ്ങ് തലക്ക് പിടിച്ചിട്ടാ ഉള്ളത്. അവൻ കാറ് നേരെ മുൻപോട്ടേക്ക് എടുത്തു, പിന്നെ പിൻപോട്ടേക്ക് എടുത്തു, വീണ്ടും മുൻപോട്ടേക്ക് എടുത്തു, ചതച്ചരച്ചു കളഞ്ഞു ആ പാവത്തിന്റെ ജീവന്. ഇങ്ങനെയൊക്കെ ചെയ്ത ക്രൂരനായിട്ടുള്ള ഇവനെ അല്ലെങ്കിൽ കൂട്ടുനിന്ന അവളെയും ഇന്ന് പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. പക്ഷെ ഇന്നിപ്പം അവര് ചെയ്യുന്നത് ഒരാളെ മേലെ പഴിചാരുകയും ചെയ്യുന്നത്. ഈ ശ്രീകുട്ടിയോട് അജ്മല് 8 ലക്ഷത്തോളം രൂപയൊക്കെ കടം വാങ്ങിനി, എന്നെ വല്ലാതെ അങ്ങ് ബ്ലാക്ക് മെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശ്രീകുട്ടി ഒന്ന് തലയൂരാൻ വേണ്ടി ശ്രമിക്കുന്നു. അജ്മലാണെങ്കിൽ നാട്ടുകാർ എന്തൊക്കെയോ ചീത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ടേക്ക് വരുന്നത് കൊണ്ട് പേടിച്ചിട്ടാ കാർ എടുത്തെന്നുള്ളത്. ഇവര് ലഹരിയിലായിരുന്നെന്നുള്ളത് ബ്ലഡ് സാമ്പിളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയപ്പോഴേക്കും പോലീസുകാർക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇവര് കാറ് അപകടത്തിലല്ല, മനഃപൂർവ്വമായിട്ട് തന്നെ അല്ലെങ്കിൽ ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ടും പിന്നോട്ടും എടുത്തിട്ടാണ് ആ ഒരു ജീവൻ അങ്ങ് ഇല്ലാതാക്കിയത്. അല്ലാതിരുന്നാൽ ഫൗസിയയെ പോലെ തന്നെ നിസ്സാര പരിക്കുകളോടെ ഈ കുഞ്ഞുമോളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്കാകുമായിരുന്നു. ഇതെല്ലാം ഇവിടെ സംഭവിച്ചത്. ഇതുപോലുള്ള നരാധവന്മാർക്ക് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിച്ച് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നമ്മുടെ നിയമ സംവിധാനം ഒരിക്കലും ഒരുക്കരുത്. ഇവർക്കൊക്കെ തക്ക ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ റോഡ് നിയമവും കാര്യങ്ങളൊക്കെ ഒരു വിലയും വെക്കാതെയാണ് ഇവന് ഡ്രൈവൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് തക്ക ശിക്ഷ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ആ ഉമ്മയുടെ മക്കളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ടൈമിൽ നമുക്ക് അത്രയധികം വേദന ഉണ്ടാക്കുന്നു. ഉമ്മയില്ലാത്തവർക്ക് ഉമ്മ പോയതിന്റെ വേദന മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഉമ്മാന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഉമ്മ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല. ഒരു നിമിഷം നമ്മുടെ മുന്നിൽ നിന്ന് അങ്ങ് വിട്ട് നിന്നാൽ തന്നെ നമുക്ക് ടെൻഷനാണ് ഉണ്ടാവുക, ഉമ്മാൻ എന്താ കാണാത്തെന്ന് ചോദിച്ചിട്ട്. അങ്ങനെയുള്ള മക്കളുടെ മുന്നിലാണ് ഈ കാഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഈ മക്കളുടെ കണ്ണുനീരിന് ഒരു പ്രതിവിധി എന്തായാലും ഉണ്ടാവണം. അതൊരു അപകടമാണെന്നുണ്ടെങ്കിൽ ആ മക്കൾ സഹിക്കുമായിരുന്നു. ആ മക്കൾ തന്നെ പറയുന്നുണ്ട് ഒരു അപകടമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സഹിക്കുന്നുള്ളൂ. ഇത് അപകടമല്ല, ഇത് മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യ തന്നെയാണ്. അതിന് തന്നെയാണ് കേസ് എടുക്കേണ്ടതും ശിക്ഷ നടപ്പിലാക്കേണ്ടതും. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറയിലും അല്ലെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിലും ഇതുപോലെ ന്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. കാരണം അവരും ചിന്തിക്കുക എന്താണ്, നിയമത്തിൽ നമ്മളെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. ഇവന്മാരെ പോലുള്ളവർക്ക് തക്ക ശിക്ഷ തന്നെ കൊടുക്കണം. എന്നാലെന്ന് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്കിടയിൽ നടക്കാതിരിക്കുകയുള്ളൂ.